ഉപവാസ പ്രാർത്ഥനകളിലും വിശുദ്ധ ആരാധനകളിലും ദൈവമക്കൾ കൂട്ടത്തോടെ വന്ന് വചനം കേൾക്കുന്നു, ആരാധിക്കുന്നു, അന്യഭാഷ പറയുന്നു. എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പലരുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തികൾ കാണുന്നില്ല. ആ സമയത്ത് എന്തോ ഒരു സന്തോഷം തോന്നും, പക്ഷെ നിലനിൽക്കുന്ന ഒരു ദൈവപ്രവൃത്തി പലരും കാണുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു മെയിൻ കാര്യം, യേശു കർത്താവ് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പിതൃഭവനത്തിലേക്ക് വരിക, അല്ലെങ്കിൽ ആ ഒരു പട്ടണത്തിലേക്ക് വരിക. ആ പട്ടണത്തിലുള്ള ആളുകൾ യേശു പറയുന്ന വാക്ക് കേട്ടിട്ട് യേശുവിനെ ബഹുമാനിക്കാൻ അവർക്ക് പറ്റിയില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. യേശുവിന് ബഹുമാനം കൊടുത്തില്ല ആ പട്ടണത്തിൽ. മർക്കോസ് 6-ാം അധ്യായത്തിൽ ആ ബഹുമാനം കൊടുക്കാത്തതുകൊണ്ട് അവിടെ ദൈവപ്രവർത്തികൾ അല്ലെങ്കിൽ വീര്യപ്രവർത്തികളൊന്നും ചെയ്യാൻ കർത്താവിന് പറ്റിയില്ല. നിങ്ങൾ അറിയേണ്ട ഒരു സത്യം, മർക്കോസ് 5-ൽ വലിയ 3 അത്ഭുതങ്ങളാണ് യേശു ചെയ്തത്. ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്നു, 12 വർഷമായ രക്തസ്രവമുള്ള സ്ത്രീയെ സൗഖ്യമാക്കുന്നു, 12 വയസ്സുള്ള യായിറോസിന്റെ മകളെ യേശു സൗഖ്യമാക്കുന്നു. 5-ാം അധ്യായത്തിൽ അസാധാരണമായ ദൈവപ്രവൃത്തി. പക്ഷെ 6-ലേക്ക് വന്നപ്പോൾ യേശുവിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം യേശുവിനെ ബഹുമാനിച്ചില്ല. ഒരു ദൂത് ഞാൻ പറയാം, നിന്റെ കുടുംബം കർത്താവിനെ ബഹുമാനിച്ചാൽ നിന്റെ വീട് ഒരു ദൈവപ്രവൃത്തിയുടെ വീടായി മാറുക തന്നെ ചെയ്യും. ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ കർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം നീയും നിന്റെ കുടുംബവും കൊടുക്കുന്നെങ്കിൽ നിന്റെ ഭവനത്തെ പോലൊരു ദൈവപ്രവൃത്തിയുള്ള ഭവനം ആ പട്ടണത്തിനകത്തുണ്ടാകത്തില്ല. ഈ സമയം കർത്താവിന് ബഹുമാനം കൊടുക്കുക. അത് വാക്കിലാകട്ടെ, പ്രവൃത്തിയിലാകട്ടെ, ചിന്തയിലാകട്ടെ, കർത്താവിനെ മാനിക്കുക, ബഹുമാനിക്കുക, അത്ഭുതങ്ങളുടെ വ്യക്തിയായി മാറുക. God bless you.